കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ദിവ്യാംഗൻ ജോസഫ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ന്യായീകരണവുമായി ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ്. മകളുടെ പേരിലുള്ള പെൻഷനും കൈപ്പറ്റിയിരുന്നതായും ഉപജീവനത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലെന്നും ആരോപണം. ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത് സ്ഥിരമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ്. കോഴിക്കോട് ചക്കിട്ടപ്പാറ മുതുകാട് പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് ദിവ്യാംഗൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ന്യായീകരണവുമായി ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് രംഗത്ത്. ജോസഫ് മകളുടെ പേരിലുള്ള പെൻഷനും കൈപ്പറ്റിയിരുന്നു. ജോസഫ് ആത്മഹത്യ ഭീഷണി മുഴക്കുന്നത് സ്ഥിരമെന്നും ആരോപണമുണ്ട്. 8-ാം മാസം വരെ അദ്ദേഹം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് രണ്ടാളുടെ പെൻഷനാണ്. അദ്ദേഹത്തിന്റെ പെൻഷനും അദ്ദേഹത്തിന്റെ മകളുടെ രക്ഷിതാവ് നൽകിയ മകളുടെ പെൻഷനും. 2023 നവംബർ മാസം 9-ാം തീയതി അദ്ദേഹം ഒരു പരാതി പഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ അദ്ദേഹം പറയുന്നത്, ഞാനും എന്റെ മകളും പെൻഷനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നതാണ്. അതുകൊണ്ട് പെൻഷൻ മുടങ്ങിയാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, ഞങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്നാണ്. മാധ്യമങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപിക്കുന്നു. അദ്ദേഹം മരണപ്പെട്ട വാർത്ത അറിഞ്ഞ ഉടനെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം വലിയ തോതിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയത് കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ക്ഷേമ പെൻഷനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അത് അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണക്കുറിപ്പിലുണ്ട് എന്നൊക്കെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം ജോസഫിന്റെ മക്കൾ പറയുന്നത് പാർട്ടി ഗ്രാമമായതിനാൽ കോൺഗ്രസുകാരനായ ജോസഫിനെ ഒറ്റപ്പെടുത്തുകയായിരുന്നു എന്നാണ്. ഇതുണ്ട്. അപ്പം കോൺഗ്രസ്സുകാരനാണ്, അതുകൊണ്ട് അത് മാർക്സിസ്റ്റുകാരുടെ ഇതിൽ ഒരു ഇതും നമുക്ക് കിട്ടിയിട്ടില്ല. തനിക്കും കിടപ്പ് രോഗിയും ഭിന്നശേഷിക്കാരിയുമായ മകൾക്കും 15 ദിവസത്തിനകം പെൻഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നവംബർ 9-ന് ജോസഫ് അധികൃതർക്ക് കത്ത് നൽകിയിരുന്നു. പെൻഷൻ അനുവദിച്ചില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ ആത്മഹത്യ ചെയ്യുമെന്നും ജീവിക്കാനായി കടം വാങ്ങി മടുത്തെന്നും ജോസഫ് എഴുതിയ കത്തിൽ പറയുന്നുണ്ട്. പെൻഷൻ ലഭിക്കാത്തതിലും പട്ടയ വിഷയത്തിലും സർക്കാരിനെതിരെ ഒറ്റയാൾ സമരങ്ങൾ നടത്തിയ വ്യക്തി കൂടിയാണ് ജോസഫ്. ജനം, കോഴിക്കോട്.